പുനർജനി അഴിമതി കേസിൽ വി.ഡി. സതീശനെതിരെ തെളിവില്ലെന്ന വാദം തെറ്റ്. സതീശന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് എന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതം. വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ സ്പീക്കർ വ്യക്തതയ്ക്കായി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള വിജിലൻസിന്റെ മറുപടിയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സതീശൻ ബർക്കിംഗ്ഹാമിൽ പോയി ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGOയുടെ അക്കൗണ്ടിലേക്ക് UK നിന്നും പണം വന്നു. ഇതിൽ FCRA നിയമത്തിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തി. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, നിലവിൽ സതീശന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്നില്ലെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണങ്ങൾ നടക്കുന്നതല്ലേ? തീർച്ചയായും നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരാകെ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ കൂടി നടത്തുന്ന പ്രചരണം ഈ നിലയിലാണ്. അതായത് വിജിലൻസ് ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വി.ഡി. സതീശനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും യാതൊരു തെറ്റുമില്ല എന്ന് വിജിലൻസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ഇപ്പോഴെന്തിനാണ്, ഒരു വർഷത്തിനിപ്പുറത്ത് എന്തിനാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നുള്ള നിലയിലേക്ക് വീണ്ടും ഇതെടുത്ത് അവതരിപ്പിക്കുന്നു എന്ന നിലയിലേക്കുള്ള പ്രചരണമാണ് കോൺഗ്രസ് പ്രവർത്തകരാകെ നടത്തുന്നത്. ആ പ്രചരണമാണ് ചില മാധ്യമങ്ങളും ഏറ്റെടുത്ത് വിജിലൻസ് വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകി എന്ന നിലയിലുള്ള പ്രചരണവും നടത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് വന്നാൽ, ഈ വി.ഡി. സതീശൻ ഒരു MLA ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വിജിലൻസ് കേസ് എടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് വി.ഡി. സതീശൻ എന്ന MLAയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ടോ എന്ന ചോദ്യം വ്യക്തതയ്ക്ക് വേണ്ടി, ആ ചോദ്യം മാത്രമല്ല നിരവധി ചോദ്യങ്ങളുണ്ട്, ആ കൂട്ടത്തിലൊരു ചോദ്യമാണിത്. ആ നിലയിൽ ഒരു ചോദ്യം വിജിലൻസിനോട് ചോദിക്കുന്നത്, അതിന് ഉത്തരമായിട്ടാണ് വിജിലൻസ് ആ കുറിപ്പിൽ ചില കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഒന്ന്, ഈ വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം വന്നിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആർക്കും ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു കള്ളപ്പണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടത്തുന്ന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വരുന്ന ഒരു പണം സ്വന്തം അക്കൗണ്ടിലേക്ക് ആരും സ്വീകരിക്കില്ല എന്നുള്ളത് ഒരു പൊതു ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വി.ഡി. സതീശന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക്, അത് തന്നെ പലതരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. അതായത് അതിൽ FCRA അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്, കറണ്ട് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്, മറ്റൊരു അക്കൗണ്ടിലേക്കും പണം വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 19 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ഫണ്ട് വന്നിട്ടുള്ളത് വിദേശത്ത് നിന്നും. അത് വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിക്കുന്ന ഈ FCRA നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഫണ്ടെല്ലാം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ കൃത്യമായി തന്നെ വിജിലൻസ് ഇതിൽ കണ്ടെത്തിയിട്ടുമുള്ളത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ഈ 3 അക്കൗണ്ടിലേക്കും പണം വന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഈ സമാനമായ അക്കൗണ്ടിലേക്ക് ആ കാലഘട്ടത്തിൽ തന്നെ, ആ സമയത്ത് തന്നെ ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇക്കാര്യത്തിൽ FCRAയുടെ നിയമലംഘനം വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുകൂടി വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ഈ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ അന്വേഷണ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അന്വേഷണത്തിന് ശേഷം ഇത്തരത്തിൽ FCRAയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം വേണമെന്ന ശുപാർശ വിജിലൻസ് സ്വാഭാവികമായും സർക്കാരിലേക്ക് വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ പ്രചരണം നടക്കുന്നത് സതീശന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്ന് വിജിലൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ സ്വന്തം അക്കൗണ്ടിലേക്ക് ആരും പണം വാങ്ങാറില്ല സാധാരണഗതിയിൽ ഇത്തരം നിയമവിരുദ്ധമായ ഫണ്ട്. സ്വാഭാവികമായും മറ്റൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ആ ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക്, FCRA അക്കൗണ്ടിലും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിലേക്കും ഉൾപ്പെടെയാണ് ഈ ഫണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് വി.ഡി. സതീശൻ ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ആവർത്തിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് വിജിലൻസ് അന്വേഷിച്ച് തന്നെ നേരത്തെ തന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസുകാരൊക്കെ ഏറ്റുപറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. എന്നാൽ സ്വാഭാവികമായി അതിൽ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അത്തരത്തിൽ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട്, അതായത് വിജിലൻസ് എൻക്വയറി നമ്പർ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പറയാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. അത്തരത്തിലുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ, ആ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തുകൊണ്ട് വി.ഡി. സതീശൻ തയ്യാറാകുന്നില്ല? കുറ്റവിമുക്തനാക്കിയെങ്കിൽ ആ നിലയിൽ റിപ്പോർട്ട് സ്വാഭാവികമായും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തുകൊണ്ട് വി.ഡി. സതീശൻ തയ്യാറാകുന്നില്ല? അറ്റ്ലീസ്റ്റ് ആ വിജിലൻസ് എൻക്വയറി നമ്പർ എങ്കിലും പുറത്തുവിടാൻ തയ്യാറാകേണ്ടതല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൽ ഈ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് തന്റെ കയ്യിൽ നിയമപരമായ രേഖകളുണ്ട്
അനുമതി രേഖയുണ്ട് എന്നതുൾപ്പെടെയാണ് വി ഡി സതീശൻ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ ഈ പ്രളയകാലത്ത് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് പോലും UAE-യിൽ നിന്ന് പ്രളയ സഹായം കൈപ്പറ്റാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ചാരിറ്റി പ്രവർത്തനത്തിന് വിദേശ സഹായം സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഈ FCRA വഴി എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അതിന് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനുമതിയുടെ രേഖയും വി ഡി സതീശൻ കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യം കൂടി സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഏതായാലും ഈ നിലയിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിലേതായാലും FCRAയുടെ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് വിജിലൻസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയം CBI അന്വേഷിക്കണം എന്ന ശുപാർശയിലേക്ക് വിജിലൻസ് പോകുന്നത്. ഉമ്മ.